ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ടോ, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെയാണെന്ന്. ഇത് കാക്കനാടാണ് കേട്ടോ. കാക്കനാട് ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്യാം, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാക്കനാട് ഉണ്ട് കേട്ടോ. നമുക്ക് രാവിലെയാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മുമ്പ് ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവളിന്ന് ഓഫ് എടുത്തു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് പോയി ഹോസ്റ്റലിലേക്ക് പോകും. അപ്പോൾ ഹോസ്റ്റലിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരണം. തിരിച്ച് പാർട്ട് ടൈം ജോബ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ തന്നെയാണ്. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ ഹോസ്റ്റലിൽ ചില കുറച്ചൊന്ന് കിടക്കലൊന്നും നടക്കാൻ തോന്നില്ല കേട്ടോ. ഹോസ്റ്റലിൽ ചെന്നിട്ട് പിന്നെ കുറച്ച് വർക്കുണ്ട് നാളത്തേക്കുള്ള. അപ്പം നാളത്തേക്കുള്ള സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ വർക്ക് കുറച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഒന്ന് കിടക്കണം. പിന്നെ എന്താ ഫുഡ് കഴിക്കണം. ഹോസ്റ്റലിലെത്തി കേട്ടോ. ലെഫ്റ്റിന് വേണ്ടി പറ്റും ഉച്ചയായി കേട്ടോ. ഉച്ച സമയമായിട്ടുള്ളൂ. നോക്കിയിരിക്കണം. നിനക്കൊക്കെ സെറ്റ് ചെയ്ത് വിളിക്കണം, ഇന്നലെ നോക്കണവളോ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പിന്നെന്താ വിശേഷങ്ങളൊക്കെ പറയട്ടോ. അപ്പോൾ കുറച്ചോളം കിടക്കണം. കിടന്നിട്ട് ഫ്രഷ് ആവണം. അപ്പോൾ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ. യെസ്, ഇതാണ് ക്യാൻറ്റീൻ. രാവിലെ ഒരുങ്ങിയിട്ടൊന്ന് നോക്കാൻ പോലും പറ്റില്ല. കഴിക്കാൻ ഫ്ലോർ ഇട്ടിട്ടുണ്ട്. അക്കത്തിൽ ചെയ്തിട്ട് വരിക. നാളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടെ എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്ന്. സമയം എന്തോ ചോറ് കഴിക്കാൻ സമയമായി. അല്ല, അവിടെ ഒരാൾ പുതച്ചു മുടി കിടക്കണേ, ആളെ കാണാൻ പറ്റത്തില്ല. എഴുന്നേറ്റ് വരുമ്പോൾ കഴിക്കും. ഞാൻ പറഞ്ഞതിനോട് ഒരുക്കും കേട്ടോ. ലിപ്സ്റ്റിക്കാണ് പേര്. ഇത് നമുക്കൊന്ന് ഉറങ്ങണം. രാവിലെ എഴുന്നിട്ട് രാവിലെ തുപ്പുമ്പോൾ ഇടാന്നെ കുറച്ച് പോയി കഴിക്കാൻ. ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സ് മാറി ഉച്ചെടുക്കാൻ പോകണം. അപ്പോൾ കഴിക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ ജോലിക്ക് പോവാണ്. പെട്ടെന്നായിരുന്നു കേട്ടോ. അലാറം ഞാൻ എത്ര 3:30 വെച്ച് ഏകദേശം ഒരു 3:50. അപ്പോൾ പെട്ടെന്ന് ഒരുക്കി ഇറങ്ങിയത്. അപ്പം അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സാരമില്ല, നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം കേട്ടോ. തിരിച്ചു വരുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും സാരമില്ല, നോക്കാം. എല്ലാവരും അവിടെ കയറുന്നുണ്ട്. അപ്പോൾ 4:30 to 7:30 അങ്ങനെയാണ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എത്തും കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്. ഫുള്ളി വേസ്റ്റാ. അവിടെ കാണിക്കാൻ പറ്റില്ല. മറ്റേ വഴി വരാൻ പറ്റില്ല. ഭയങ്കര വണ്ടിത്തിരക്കും. റോഡിൻ്റെ സൈഡിൽ കൂടെ പോലും നടക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം റോഡ് വഴി കണ്ടുപിടിച്ചേക്കോ. അതുവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, എത്തി കേട്ടോ. ഒരു 4:25 ആകുമ്പോഴത്തേക്കും ഇറങ്ങിയാൽ മതി. വെറുതെ ഇപ്പം ഇറങ്ങി ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ കുറച്ചൊന്ന് നേരത്തെ പോകാം കരുതി. അത്രേ ഉള്ളൂ.
അതെ. അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകും. ഏകദേശം 7:30 7:45 കേട്ടോ, 8 മണിയാവുന്നു. ഒരുപാട് ലേറ്റായി. ഒരു ഊട് വഴിയാണ്, പക്ഷെ നല്ല തിരക്കുണ്ട്. ഈ കട തുറന്നു കേട്ടോ. ഈ കട എന്തോ മെയിൻ്റനൻസ് ആയിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. മന്തിക്കടയാണ് കേട്ടോ, സൂപ്പർ കട. നമ്മുടെ മേളിൽ കാണുന്നതാണ് നമ്മുടെ ഹോസ്റ്റൽ. അപ്പോൾ നമുക്കിതുവഴി കറങ്ങി പോകണം. ഇങ്ങനെ പോവാൻ കുളി കഴിച്ചിട്ടോ. കുളി കഴിഞ്ഞ് നല്ല തുണി കഴുകാനാണ്. തുണിയൊന്നും കഴിയില്ല. അതുകൊണ്ട് ഇത് വീഡിയോയ്ക്ക് അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ പറയാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ആൾമാർ മന്തിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മന്തി കണ്ടാൽ നമ്മൾ വിടുമോ? ഇല്ല. എത്ര പാതിരാത്രി ആണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മന്തിക്കാരില്ല. അപ്പോൾ ഏകദേശം 12 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് ഈ കോലാഹലങ്ങളൊക്കെ കാണുന്നത്. മെഹന്തിയിടൽ, കഴിക്കൽ, വീഡിയോ എടുക്കൽ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എന്നും ഇങ്ങനെ ഒന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയാണ്. പക്ഷേ എന്നും ആ ഒരു സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, അത്രയേ ഉള്ളൂ. ഇന്ന് ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു. നൈറ്റ് ഒന്ന് ചില്ലടിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതോടെ നിങ്ങൾ വേണ്ടി ഷെയർ ചെയ്യാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ കാഴ്ചകൾ, വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. കുറവുകൾ, തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പം ഓക്കെ, അത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.